കർത്താവ് ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു വിഷയം എന്താണെന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിസേയരുടെ കാപ്പട്യത്തെ കർത്താവ് വെറുക്കുന്നു എന്നാ പറഞ്ഞത്. നമ്മളൊക്കെ പുറമെ ഒക്കെയാ ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ പോലും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു, ഹല്ലേലൂയ പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ, കൈകൾ ഉയർത്തുമ്പോഴൊക്കെ നമ്മൾ പുറമെ സമർപ്പണമൊക്കെ പറയുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ മധ്യയുള്ള സമർപ്പണത്തിൽ നമ്മളെ സമർപ്പിക്കുമ്പോഴൊക്കെ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ചില സ്വകാര്യ പാപത്തിന്റെ സുഖങ്ങളും ചില സ്വകാര്യ സന്തോഷങ്ങളൊന്നും ഇന്നും ഇത്രകാലം അത്രയും താലോലിച്ചിട്ടും കർത്താവിന്റെ കാൽപാദത്തിങ്കൽ, കർത്താവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാൻ നമ്മൾ വിസമ്മതിക്കുന്നവരാണെന്നുള്ളത് ഇതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ സ്വകാര്യതകൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ ഇരുട്ടിന്റെ മറയത്ത് ചെയ്യുന്നത് പോലും കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വചനങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 139-ാമത്തെ സങ്കീർത്തനം മുഴുവൻ പറയുന്ന ഇരുട്ട് പോലും അവൻ ഇരുട്ടായിരിക്കില്ലെന്ന എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ 5:10 പറയുന്ന പോലെ നീ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ആര് തന്നെയായാലും ഒരു നാൾ വരണം. ആര് തന്നെയായാലും വരണം. വെളിപാട് 1:7 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19 വചനങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്.